ഈശോയിൽ സ്നേഹ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ഫ്രാൻസിസ് അച്ഛൻ, സ്നേഹ ബഹുമാനപ്പെട്ട സഹോദര വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റർ, പ്രിയ ദൈവജനമേ, ഇന്ന് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഒത്തിരിയധികം സന്തോഷവും അതിനേക്കാളുപരി വലിയൊരു അഭിമാനവും എൻ്റെ മനസ്സിലുണ്ട്. പലപ്പോഴായി വിശുദ്ധവാര കർമ്മങ്ങളിൽ പല നാളുകളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങളോടൊപ്പം. എങ്കിലും അന്നൊക്കെ നമ്മൾ വാടകയ്ക്കൊക്കെ എടുത്ത ഏതൊക്കെയോ ഇടങ്ങളിലായിരുന്നു. എന്നാൽ ഇന്ന് വാടകയൊന്നും കൊടുക്കാതെ നമുക്ക് സ്വന്തമായി സ്വതന്ത്രമായി നമുക്ക് ആരാധിക്കാൻ ഈശോ കനിഞ്ഞു നൽകിയ ഈ ദേവാലയത്തിൽ ആദ്യമായി വിശുദ്ധവാരം ആഘോഷിക്കുമ്പോൾ നാടെല്ലാം വിട്ട് ഇവിടെ പുതിയ ജീവിതത്തിനു വേണ്ടി നമ്മൾ വന്നവരാണ്. കഷ്ടപ്പെട്ടാണ് നാം ജീവിക്കുന്നത്. അതിനിടയിലും നമ്മുടെ വിശ്വാസ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച്, അതിനിടയിലും നമ്മുടെ തലമുറ നശിക്കാതെ തമ്പുരാനിൽ ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിച്ച് നാം പടുത്തുയർത്തിയ ഈ ദേവാലയം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും അഭിമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ഇടമാണ്. പ്രത്യേകമായി നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഈ ഒരു വലിയൊരു ഗ്രേസ് ഈ ദേവാലയത്തിൽ നമ്മുടെ പ്രാർത്ഥന വഴിയും കൃപ വഴിയും നിറയ്ക്കാൻ നിങ്ങൾക്ക് സാധിച്ചതിന്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ദുഃഖവെള്ളി. ഇന്ന് പ്രഭാതത്തിൽ അല്പസമയം തമ്പുരാനോടൊപ്പം ചെലവഴിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചില മുഖങ്ങളുണ്ട്. വൈദിക യാത്രയിൽ പലരെ കണ്ടുമുട്ടുമെങ്കിലും ചില മുഖങ്ങൾ ഇങ്ങനെ മായാതെ മനസ്സിലുണ്ടാവും. അങ്ങനെയുള്ള ചില മുഖങ്ങൾ ഇന്ന് രാവിലെ ഓർത്തെടുക്കാനായിട്ട് സാധിച്ചു. ഒന്ന്, ഒരു ചെറുപ്പക്കാരനാണ്. ഒരു ധ്യാനമൊക്കെ കഴിഞ്ഞ് 3 ദിവസത്തെ ധ്യാനമൊക്കെ കഴിഞ്ഞ് നല്ലൊരു കുമ്പസാരമൊക്കെ സ്വീകരിച്ച് അവൻ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നോട് വന്ന് ഇപ്രകാരം പറഞ്ഞു, അച്ഛാ, പേടിയാണ് തിരിച്ചു പോകാൻ. ഞാൻ ചോദിച്ചു, എന്താണ്? അച്ഛാ, ഈശോ എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തു. ഈശോ കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ചു. ഇതെല്ലാം എനിക്കറിയാം. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പാപത്തിൻ്റെ ആ ഒരു ബന്ധനം എന്നെ വിട്ടുപോയിട്ടില്ലല്ലോ. എൻ്റെ ആസക്തികളൊക്കെ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ഒരു പേടിയാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ അലയടിക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം തമ്പുരാൻ്റെ മുമ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടും എത്ര കുമ്പസാരിച്ചിട്ടും മാറിപ്പോകാത്ത ചില പാപബന്ധനങ്ങൾ അവനെ അലട്ടുന്നതിൻ്റെ അർത്ഥം അതെന്താണെന്ന് അവനറിയാതെ ഇങ്ങനെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മുഖം. ഇനി മറ്റൊരു മുഖമുണ്ട്. അത് മറ്റാരുടെയുമല്ല, 18 വയസ്സുള്ള ഒരു പെൺകുട്ടി. അവൾ ക്യാൻസറിൻ്റെ അവസാനത്തെ സ്റ്റേജിലാണ്. കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്പസമയം ചെന്നപ്പോൾ എന്നോട് ഇപ്രകാരം ചോദിച്ചു, അച്ഛാ, ഈശോ നമ്മുടെ രോഗങ്ങളൊക്കെ ഏറ്റെടുത്തു എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്? അവൻ നമ്മുടെ രോഗങ്ങളാണ് ചുമന്നത്, വഹിച്ചത് എന്നൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അവൻ്റെ മുറിവിനാലാണ് നമ്മൾ സൗഖ്യപ്പെട്ടതെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ എന്താണ് എൻ്റെ ഈ മുറിവിൽ ഈശോ ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഇപ്രകാരം ഇടപെടാത്തത്? എന്നിട്ട് കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ആ കണ്ണീര് ഒരിക്കലും മായാതെ എൻ്റെ മനസ്സിലുണ്ട്. ഇനി മറ്റൊരു മുഖമുണ്ട്. സ്വന്തം ജീവിത പങ്കാളി ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ തീരുമാനിച്ച് ഇന്നു മുതൽ മരണം വരെ ഒരുമിച്ചായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അവൾ അറിയുകയാണ് തൻ്റെ ജീവിത പങ്കാളിക്ക് വേറെ ആരോ ആയിട്ടൊരു ബന്ധമുണ്ട് എന്ന്. അവളെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് മുന്നിൽ വന്നിരുന്ന് അവൾ കരയുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയാൻ മേലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇനി ആർക്കു വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടത്? ഇനി എന്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടത്? ഉത്തരം മുട്ടിപ്പോകുന്ന ചില നിമിഷങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ മുഖങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതിൻ്റെ കാരണമുണ്ട്. ഈശോ ഇപ്രകാരം കാൽവരിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു, രോഗങ്ങളെ ഏറ്റെടുത്തു, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വേദനകളൊക്കെ ഏറ്റെടുത്തു എന്ന് നമ്മൾ പറയുമ്പോഴും
ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോഴെങ്കിലും നമുക്കൊരു വേദന ബാക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ടും എന്താണ് ഞാനിപ്പോഴും ഈ ഒരു സഹനത്തിലൂടെ കടന്നു പോകുന്നത്? എന്താ ഈശോയ്ക്ക് എൻ്റെ ഈ വേദനയിൽ ഇടപെടാനായിട്ട് താല്പര്യമില്ലേ? ഇങ്ങനെ അനേകം ചോദ്യങ്ങളിൽ കുടുങ്ങിപ്പോയി ഉത്തരം കിട്ടാതെ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോയ അനേകം മക്കൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് വചനത്തിലൂടെ ഈശോ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ നമുക്ക് 3 പ്രധാനപ്പെട്ട വേദനകളാണുള്ളത്. ഒന്ന് ഫിസിക്കൽ പെയിനാണ്. നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിൻ്റെ വേദന, അത് രോഗമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ എക്സോഷൻ ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും രീതിയിലായിക്കൊള്ളട്ടെ, നമ്മൾ വേദനിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇനി അതിനേക്കാളും വലിയൊരു വേദനയാണ് ഇമോഷണൽ പെയിൻ, സൈക്കോളജിക്കൽ പെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവരൊക്കെ നമ്മളെ തള്ളിപ്പറയുന്ന നിമിഷങ്ങൾ, ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ കഷ്ടപ്പെട്ട് നാട്ടിലേക്കൊക്കെ പൈസയൊക്കെ അയച്ച് ഇഷ്ടംപോലെ കൊടുത്തിട്ടും വീണ്ടും നമ്മളെ ഒരിക്കലും പരിഗണിക്കാതെ നമ്മളെ കാണുമ്പോൾ മുഖം മറച്ചു പോകുന്ന ചില വ്യക്തികളുടെയൊക്കെ മുഖങ്ങൾ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന, തൻ്റെ പ്രിയപ്പെട്ട വ്യക്തി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നു എന്നറിയുമ്പോൾ ഉള്ള വേദന, കൂടെ നടന്നിട്ടും ചേർന്നിരുന്നിട്ടും ഒറ്റിക്കൊടുക്കപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന, ചതിക്കപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവസ്ഥകൾ, ചിലപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിലും ആരും ഇല്ല എന്ന് തോന്നുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ പെയിനിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. ഇനി അതിനപ്പുറത്ത് ഇനി വേറൊരു പെയിൻ കൂടിയുണ്ട്. അതിന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ പെയിൻ എന്നാണ്. എന്തിനാണ് ഈ ജീവിതം? ഇനി ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഇതേ ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ആവർത്തിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇനി ജീവിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ഇനി ജീവിക്കുന്നത്? ഈ ജീവിതത്തിന് അർത്ഥം കിട്ടാതെ കടന്നു പോകുന്ന ഒരു വേദനയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പ്രിയമുള്ളവരെ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ച് അതിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് അടിയറവ് പറഞ്ഞു പോകേണ്ടവരല്ല നമ്മൾ. ഈ ക്വസ്റ്റ്യൻ എല്ലാം ഉത്തരം തരുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഒരു നിമിഷം കാൽവരിയിൽ കുരിശിലേക്കൊന്ന് നോക്കുക. നമ്മൾ ഈ പറഞ്ഞ വേദനകളുടെ എല്ലാം ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ കുരിശാണ്. ഈശോ അനുഭവിച്ച അത്ര ഫിസിക്കൽ പെയിന് ഈ ലോകത്തിൽ ആരാണ് അനുഭവിച്ചത്? ദ ലിമിറ്റ് ഓഫ് ഫിസിക്കൽ പെയിൻ എന്ന് പറയുന്നത് ഈ ഈശോയുടെ കുരിശിലാണ്. ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഏതാണ്ട് 5000-ലധികം മുറിവുകൾ ഏറ്റെടുത്ത് ആ മുറിവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരിച്ചോര തുള്ളികൾ നോക്കിയിട്ട് ദിസ് ഈസ് ദ ലിമിറ്റ് ഓഫ് ഫിസിക്കൽ പെയിൻ. ഇനി ഇമോഷണൽ പെയിൻ നോക്കുക. ഈശോ കൂടെ കൊണ്ടു നടന്നവരൊക്കെ തള്ളിപ്പറയുകയും ഒറ്റിക്കൊടുക്കുകയും വേറെ ചിലരെ ഒന്നും കാണാൻ പോലുമില്ല. അത്ഭുതങ്ങളൊക്കെ നേടി മുന്നിൽ വന്ന് നിന്നവരെയൊന്നും ഇന്ന് കാണാനില്ല. ആർത്ത് വിളിച്ച് ഹോസാന പാടിയവരൊന്നും ഇന്ന് മുമ്പിലില്ല. എത്ര വലിയ വേദനയിലൂടെയാണ് ഈശോ കടന്നു പോകുന്നത്. ഇനി അതിനും അപ്പുറത്ത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ പെയിൻ ഉണ്ട്. അതുപോലും ഏറ്റെടുത്ത് ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി ആ പെയിനും ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് സൗഖ്യം ലഭിക്കുക? നമ്മുടെ ഈ വേദനകളും മുറിവുകളും ഈ ഫിസിക്കൽ പെയിനും ഇമോഷണൽ പെയിനും എക്സിസ്റ്റൻഷ്യൽ പെയിനും ഒക്കെ തമ്പുരാൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ തമ്പുരാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ വേദനകളൊക്കെ എടുത്തിട്ട് അവൻ്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ കടലിൽ അതൊന്ന് മുക്കിയിട്ട് തിരിച്ചേൽപ്പിക്കും. ഇത് കണ്ടെത്തുന്നവനാണ് ഏറ്റവും ധൈര്യത്തോടെ ഇന്ന് ഈ കുരിശിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുക. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പതറിപ്പോകും. ഈ കുരിശിൻ്റെ മുമ്പിൽ ഇന്ന് ധൈര്യത്തോടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വേദനകളും ഏറ്റവും വലിയ വേദന എന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ മൊമെന്റ്സൊക്കെ ഈശോയുടെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും കടലിൽ ഒന്ന് മുക്കിയെടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണു തെളിയും. കാണുന്നതൊക്കെ പിന്നീട് വലിയ സത്യങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ അവശേഷിക്കും. ഈ യാത്രയുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഈ യാത്രയുടെ അർത്ഥം തിരിച്ചറിഞ്ഞ കുറേ മുഖങ്ങളും കൂടെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു സന്ദേശം അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. ഒരിക്കൽ ഒരു അമ്മച്ചി മരിക്കാറായിട്ട് പോവുകയാണ്. ലാസ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ സാക്രമെന്റ് ഓഫ് ദി അനോയിന്റിങ് തരുവോ എന്ന് ചോദിച്ച് വിളിച്ചപ്പോൾ ഞാൻ ഈ അമ്മച്ചിയുടെ അടുത്ത് പോയി ഈ ഒരു കൂദാശ കൊടുക്കാനായിട്ട് പോകുമ്പോൾ ആ അമ്മച്ചി ഇപ്രകാരം ആസ്മ വന്നിട്ട് ശ്വസിക്കാൻ പോലും മേലാതെ, ഇങ്ങനെ ശരീരത്തിൽ കിടക്കുന്ന ബ്ലാങ്കറ്റ് പോലും ഉയർത്താൻ മേലാതെ വിധം ഇപ്രകാരം ശ്വാസം എടുക്കാൻ പറ്റാതിരിക്കുന്ന ഈ അമ്മച്ചിയുടെ അടുത്ത് ചെന്ന് ഈ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചു, അമ്മച്ചി ഒത്തിരി സഹിക്കുന്നുണ്ടല്ലേ? ആ സ്വന്തം പില്ലോയുടെ അടിയിൽ നിന്നൊരു കുരിശിത രൂപം എടുത്തിട്ട് വളരെ വിഷമിച്ചാണെങ്കിൽ ഈ അമ്മച്ചി പറഞ്ഞൊരു വാക്യമുണ്ട്, എൻ്റെ അച്ഛോ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ 3 ആണികളിലും 3 മണിക്കൂർ നേരം സഹിച്ച വേദനയോട് തുലനം ചെയ്യുമ്പോൾ എൻ്റെ വേദനയൊക്കെ എത്ര നിസ്സാരമാണ്.
ഇന്നും ഈ ജീവിതയാത്രയിൽ കുരിശിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഈ യാത്രയിൽ ഒരു കരുത്ത് പകർന്നു തന്ന ഒരു അമ്മച്ചിയാണ്. ഈ നവംബർ 14 കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ, അത് അന്ന് മാത്രമല്ല, ജീവിതത്തിൽ എല്ലാ ദിവസവും കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളുണ്ടെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞ ഒരു അമ്മച്ചിയാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഫിസിക്കൽ പെയിൻ്റെ അങ്ങേയറ്റത്ത് ഈ കുരിശിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട്, എൻ്റെ അച്ഛോ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ 3 ആണികളിൽ 3 മണിക്കൂർ നേരം സഹിച്ച വേദനയോട് തുലനം ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ എന്ത് എന്ന് ചോദിച്ച് ഒരു കുഞ്ഞുറങ്ങുന്നത് പോലെ ശാന്തമായിട്ട് മരിക്കാൻ തയ്യാറായി കിടക്കുന്ന ഒരമ്മച്ചിയുടെ മുഖം. ഇനി വേറൊരു മുഖമുണ്ട്, ഒരപ്പച്ചൻ. അപ്പച്ചൻ്റെ ഭാര്യ മരിച്ചുപോയി, മക്കള് പല സ്റ്റേറ്റ്സിലാണ്. ഈ അപ്പച്ചനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒത്തിരിയധികം ഡിപ്രഷനിലും ലോൺലിനെസ്സിലും ഒക്കെ ആയിരിക്കും കടന്നു പോകുന്നത്. വെറുതെ ചോദിച്ചു, അപ്പച്ച ഒത്തിരി ലോൺലി ആയിട്ട് തോന്നുന്നുണ്ടോ? ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്ത് ലോൺലിനെസ്? നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എന്ത് ലോൺലിനെസ്? എന്നിട്ട് എന്നോട് പറയുകയാണ്, 5 അപ്പം കൊണ്ട് 5000 പോറ്റിയിട്ട് ഈ 5000 പേരെവിടെയാണ്? ഈശോ കുരിശിൽ കിടക്കുമ്പോൾ 5000-ൽ ഒരെണ്ണം പോലും കൂടെ ഇല്ലല്ലോ, ചേർന്ന് നിൽക്കാനായിട്ടും സഹായിക്കാനായിട്ടും ഒരാൾ പോലും ഇല്ലല്ലോ. ഈ കുരിശിൽ ഈശോ ഇപ്രകാരം കിടന്ന് കരയുമ്പോൾ ആ കുരിശിൽ നിന്ന് എന്നെ ഇറക്കണമേ എന്ന് ഒരിക്കൽ പോലും ഈശോ കരഞ്ഞില്ലല്ലോ. ആ കുരിശിൽ ശാന്തമായിട്ട് പിതാവിൻ്റെ സന്നിധിയിൽ, എൻ്റെ പിതാവേ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എത്ര ശാന്തമായിട്ടാണ് ഈശോ കടന്നുപോയത്. ആ ഈശോ ഉള്ളിടത്തോളം കാലം ഞാൻ എങ്ങനെ ലോൺലി ആകാനായിട്ടാണ്? ഉള്ളിൽ ഒരു 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 വലിയൊരു കനൽ വന്ന് വീഴുന്ന ഒരു അനുഭവമാണ്. എന്താണ്? നെഞ്ചിൽ ഗാഗുൽത്ത കൊണ്ടു നടക്കുകയും ആ ഗാഗുൽത്തയ്ക്കുള്ളിൽ ഒരു കുരിശുണ്ടെന്നും ആ കുരിശിൽ മരിച്ചത് എൻ്റെ ദൈവമാണെന്നും ഉള്ള ആഴമായ വിശ്വാസമാണ്. ഈ വലിയ വിശ്വാസത്തിൻ്റെ മുമ്പിൽ തലകുനിക്കാനല്ലാതെ മറ്റെന്താണ്? ഇവിടെ ചോദ്യങ്ങളൊന്നുമില്ല, സറണ്ടർ മാത്രമേ ഉള്ളൂ. ഇനി വേറൊരു ഒരു ഒരു സഹോദരനുണ്ട്, പാൻഡമിക്കിൻ്റെ സമയത്ത് ഞാൻ കണ്ടുമുട്ടിയതാണ്. അവനൊരു പൈലറ്റാണ്. പക്ഷേ ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് പൈലറ്റ് ജോലി അവന് നഷ്ടപ്പെട്ടു. അങ്ങനെ പൈലറ്റ് ജോലി നഷ്ടപ്പെട്ട് ഒരു ഹോട്ടലിൽ വാടകയ്ക്ക് ഒരു ഹോട്ടലെടുത്ത് താമസിക്കുമ്പോൾ ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ജോലി ഇപ്പോൾ പോയി, അവരെന്നെ ടെർമിനേറ്റ് ചെയ്തു, ഇനി എങ്ങോട്ടാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം അച്ഛാ, എനിക്ക് ജീവിക്കണമെന്ന് പോലും തോന്നുന്നില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു പൈലറ്റ് ആകുക എന്നുള്ളത്. അത് ഞാൻ പൈലറ്റായി, പക്ഷേ ഒരാഴ്ച പോലും ഞാൻ ജോലിയിൽ പ്രവേശിച്ചില്ല. അതിനു മുമ്പ് പാൻഡമിക് വന്ന് എൻ്റെ ജോലി ടെർമിനേറ്റഡായി. ഇനി ഏത് എയർലൈൻസിലാണ് എനിക്ക് കയറാനായിട്ട് പറ്റുക? ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഈ മകനോട് ഞാൻ പറഞ്ഞു, മോനെ, നിൻ്റെ മുറിയിൽ ഒരു കുരിശുരൂപം ഉണ്ടെങ്കിൽ ഒരു അല്പസമയം പോയിരുന്ന് ധ്യാനിക്കുക, എന്നിട്ട് നാളെ നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിറ്റേ ദിവസം ഈ കൊച്ച് എന്നെ വിളിക്കുമ്പോൾ, ഈ പയ്യൻ എന്നെ വിളിക്കുമ്പോൾ അവൻ പറയുകയാണ്, ഫാദർ, ഐ ആം വെരി ഹാപ്പി. ഞാൻ വളരെ സന്തോഷവാനാണ്. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, അച്ഛാ, ആകാശത്ത് ജോലിയില്ലെങ്കിൽ ഭൂമിയിൽ ജോലിയുണ്ട്. ഇനി ഭൂമിയിൽ ജോലിയില്ലെങ്കിൽ സാരമില്ല, ആകാശത്തിനും ഭൂമിക്കും മധ്യേ നമുക്ക് വേണ്ടി മരിച്ച ഒരാളുണ്ടല്ലോ, അവൻ കൂടെ ഉള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കേണ്ടത്? ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു പയ്യൻ സ്വന്തം ജീവിതത്തിൻ്റെ രക്ഷകർത്താവായിട്ട്, രക്ഷകനും നാഥനുമായിട്ട് ഈശോയെ സ്വീകരിച്ച് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന് ആ കുരിശിൻ്റെ ചുവട്ടിൽ ഒരു കുഞ്ഞുറങ്ങുന്നത് പോലെ ഉറങ്ങുമ്പോൾ തിരിച്ചറിയണം, നമ്മളൊക്കെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ അന്തം വിട്ട് നിന്ന് നശിച്ചു പോകേണ്ടവരല്ല, മറിച്ച് ഈ കുരിശിനെ നെഞ്ചോട് ചേർത്ത് കരുണയുടെ കടലിൽ ഈ വേദന മുഴുവനും ചേർത്ത് പിടിച്ച് പോകേണ്ടവരാണ് നമ്മൾ. ഇന്ന് ബൈബിൾ വായിച്ചപ്പോൾ നമ്മൾ കണ്ടു 2 കള്ളന്മാർ. ഈശോ നടുക്കും അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കള്ളന്മാരുണ്ട്. അതിലൊരു കള്ളൻ ഇപ്രകാരമാണ് പറയുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ ഇപ്പം ഇറങ്ങി വാ, എന്നിട്ട് നിന്നെ രക്ഷിക്ക്, ഞങ്ങളെയും രക്ഷിക്ക്. എവിടേക്കോ ഇപ്പോഴും കേൾക്കുന്നില്ല ഈ സ്വരങ്ങളൊക്കെ. കഴിഞ്ഞ ദിവസം വെറുതെ സോഷ്യൽ മീഡിയയിലൂടെ കടന്നുപോയപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഒരു സഹോദരൻ ഇപ്രകാരം പറയുകയാണ്, ദൈവം ഉണ്ടെന്നുള്ളത് എത്ര വലിയ അപ്സൈഡാണ്. ജീൻ പോൾ സാത്ര പറയുന്നത് പോലെ, നീഷ പറയുന്നത് പോലെ, ഗോഡ് ഈസ് ഡെഡ്. നമ്മൾ എന്തിനാണ് ദൈവത്തിൻ്റെ പുറകെ പോകുന്നത്? ദൈവം ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാം, ഓട്ടിസം ബാധിച്ച ഒരു കൊച്ചിനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടു നിർത്താം, പറ്റുമെങ്കിൽ നിങ്ങളുടെ ദൈവം ഇറങ്ങി വന്ന് ആ കൊച്ചിനെ രക്ഷിക്കട്ടെ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, അവനും ഈ കള്ളനും തമ്മിൽ എന്താണ് വ്യത്യാസം? നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ, എന്നിട്ട് നിന്നെ രക്ഷിക്ക്, എന്നെയും രക്ഷിക്ക്. എന്തിനു മതം? മതത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ വളരെ വീക്കാണെന്ന് വിളിച്ചു പറയുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നെഞ്ചുറുപ്പോടെ നിൽക്കാനായിട്ട് നമുക്കാവണം, മറ്റേ കള്ളനെ പോലെ.
അവൻ പറയുന്നുണ്ട്, ഐ ഡിസേർവ് ഇറ്റ്, ഞാൻ ചെയ്തതാണിതൊക്കെ, ഞാനിതൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈശോയെ നീ ഇത് ഡിസേർവ് ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് അവൻ പറയുകയാണ്, ദൈവമേ ഇന്ന് നീ നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന്. ആരാണ് ഇവനോട് പറഞ്ഞത്? ഈ കൂടെ കുരിശിൽ കിടക്കുന്ന ഈശോ ഒരു രാജാവാണെന്നും ആ രാജാവിനൊരു രാജ്യമുണ്ടെന്നും ആ രാജ്യത്തിൽ എനിക്കൊരു പ്രവേശനമുണ്ടെന്നും ഇവനോട് ആരാണ് പറഞ്ഞത്? ഇവനോട് ഇവന്റെ നെഞ്ചില് ആ ഗാവുൽത്തായിൽ പിടയുന്ന നീതിമാനായ ഈശോയും അവനൊരു ഒരു ഒരു വലിയ ഒരു 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 സ്വീകരണമാണ്, ഉള്ളിൻ്റെ ഉള്ളിലൊരു വലിയ അക്സെപ്റ്റൻസ് ആണ്. അവിടെ വെച്ച് തന്നെ ഈശോ അവനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈശോയുടെ മുമ്പിൽ കരഞ്ഞപേക്ഷിച്ച് ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും എന്ന് ഈശോ എന്ന് പറഞ്ഞ ഈശോയും, ദൈവമേ ഇന്ന് നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞ ആ കള്ളനും രണ്ടുപേരും ഇപ്പോഴും സഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഈ സഹനത്തിന് നടുവിലും രണ്ടുപേരും ദൈവരാജ്യ അനുഭവത്തിലാണ്. എൻ്റെ കാരണം ഇതാണ്, ഈ കുരിശിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതല്ല, മറിച്ച് ഈ കുരിശിൻ്റെ നമ്മുടെ വേദനകളും ദുഃഖങ്ങളെല്ലാം അവിടുത്തെ കരുണയുടെ കടലിലൊന്ന് മുക്കിയെടുത്ത് മാറ്റി നിർത്തിയപ്പോഴാണ് ഈ വെളിച്ചം കിട്ടുക. വെറുതെ അല്ല, ഒരു കോയിൻസിഡൻ്റോ ഒന്നുമല്ല. ഇന്ന് മുതൽ കരുണയുടെ തിരുനാളിന് വേണ്ടി നമ്മൾ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. അത് ദുഃഖവെള്ളിയാഴ്ചയാണ് ആരംഭിക്കുന്നത്. അതൊരു കോയിൻസിഡൻസ് അല്ല, മറിച്ച് നമ്മുടെ വേദനകളും ദുഃഖങ്ങളൊക്കെ ഈ കരുണയുടെ കടലിൽ നമ്മൾ കഴുകണമെന്ന് ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അങ്ങനെ കഴുകിയെടുക്കുന്നവരാണ് കുരിശിൻ്റെ മുമ്പിൽ നെഞ്ചുറപ്പോടെ നിൽക്കുന്നത്. അങ്ങനെ കഴുകിയെടുക്കാൻ വേണ്ടിയാണ് ഈശോ പറഞ്ഞത്, ഇന്ന് മുതൽ നമ്മൾ പ്രാർത്ഥിക്കണം. 3 മണിക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഓ ബ്ലഡ് ആൻഡ് വാട്ടർ വിച്ച് ഗഷ് ഫോർത്ത് ഫ്രം ദ ഹാർട്ട് ഓഫ് ജീസസ് as a fount of mercy for us, I trust in you. എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ ദൈവമേ, നിൻ്റെ നെഞ്ചിൽ നിന്ന് ഇറങ്ങിയ തിരിച്ചോര തുള്ളികളും നിൻ്റെ തിരുജലവും അത് ഒരു കരുണക്കടലായി നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് ഞാൻ അറിയുന്നു, അതിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ കടലിൽ എന്നെ മുക്കണമേ. അങ്ങനെ മുങ്ങി എഴുന്നേൽക്കുന്നവർക്കാണ് ഇന്നത്തെ ദിവസം നെഞ്ചുറുപ്പോടെ കുരിശിനെ ചേർത്ത് പിടിച്ച് വലിയ ധൈര്യത്തോടെ ഇത് എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ ഈശോ ആണെന്ന് പറയാനായിട്ട് സാധിക്കുക. സ്നേഹമുള്ളവരെ, ഈ ജീവിതയാത്രയിൽ ശാരീരിക വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും ഒറ്റപ്പെടലിലൂടെയും മനസ്സിൻ്റെ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും ചിലപ്പോഴെങ്കിലും ഈ ജീവിതം എന്തിനെന്ന് ചോദിച്ച് കരയുമ്പോഴും വിഷമിക്കരുത്. നെഞ്ചിൽ ഒരു ഗാകുൽത്ത സൂക്ഷിക്കാനായിട്ടാവണം. രോഗപീഠകൾക്ക് നടുവിൽ ഒരു കുരിശ് നാട്ടാനായിട്ട് പഠിക്കണം. നമ്മുടെ സഹനങ്ങൾക്കും വേദനകൾക്കും നടുവിൽ ഒരു കുരിശ് നാട്ടിയിട്ട് ആ കുരിശിൽ നോക്കിയിട്ട് ഈശോയുടെ സ്നേഹക്കടലിൽ എന്നെ കഴുകണമേ എന്നൊരൊറ്റ പ്രാർത്ഥന മാത്രം മതി. നമ്മുടെ ജീവിതം മാറിമറിയും. ഈശോയുടെ ഈ ഒരു സ്നേഹവലയം നിങ്ങളെ എന്നും വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാമന്റേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദ ലവ് ഓഫ് ദ ലോർഡ് നെവർ സീസസ്, ഹിസ് മെഴ്സീസ് നെവർ കം ടു ആൻ എൻഡ്. അവൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവൻ്റെ കരുണ ഒരു കടൽ പോലെ തീരാതെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. മുങ്ങാനായിട്ടും മുങ്ങി എഴുന്നേക്കാനായിട്ടും അങ്ങനെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനായിട്ടും ഈശോയുടെ കുരിശ് എന്നും നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിതനായ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.